ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുക്ക് വിത്ത് നന്ദു. ഇന്ന് നല്ലൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. ഇത് റേഷൻ അരിയാണ്. ഒരു നാഴി റേഷൻ അരി ഉണ്ട്. നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ അതിനനുസരിച്ച് എടുത്താൽ മതിയാകും. ആളനുസരിച്ച് അരി എടുക്കണം. അപ്പോൾ അത് ഞാൻ നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. ഒരു 3-4 വെള്ളത്തിൽ ഞാനൊന്ന് കഴുകിയെടുക്കും. അതെല്ലാം റേഷൻ അരി അല്ലെന്നുണ്ടെങ്കിൽ ജയ അരിയോ സുലിയ അരി, വെള്ള അരി ഉപയോഗിക്കണം, ചമ്പാവരി ഉപയോഗിക്കരുത്. വെള്ള അരി ഏതായാലും പച്ചരി ആയാലും പൊന്നിയരി ആയാലും ഉപയോഗിക്കാം. അത് എങ്ങനെയാണ് നിങ്ങൾ ഇഷ്ടമനുസരിച്ച് എടുത്താൽ മതിയാവും. റേഷനരി തന്നെ വേണമെന്നില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ റേഷനരിയേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ റേഷനരി ഉപയോഗിക്കുന്നു. അപ്പം ഞാനത് റൈസ് കുക്കറിലോട്ട് മാറ്റിയതിന് ശേഷം അടച്ചൊന്ന് 1 മണിക്കൂർ അതൊന്ന് അവിടെ ഇരുന്ന് കുക്കാവട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിൻ്റെ കൂട്ടൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു 3 മീഡിയം സൈസ് സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 2-3 ടൊമാറ്റോ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അതിനുശേഷം കുറച്ചധികം സോയാബീൻ വെച്ചിട്ട് എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായിരുന്നു, മോന് ഇഷ്ടമാണ്. അപ്പോൾ ഞാനതൊന്ന് കുക്ക് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിൽ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ചധികം മല്ലിയില എടുത്തിട്ടുണ്ട്. മല്ലിയില മസ്റ്റായിട്ടും വേണം കേട്ടോ. അതിനുശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച് ഉണ്ട്. അതൊരു 10-15 ഉണ്ട്. ഞാൻ തലയോട് കൂടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തല ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ എടുത്തത്. അതിനുശേഷം ഞാനൊരു വലിയൊരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ അതിലോട്ട് സ്വാഭാവികമായിട്ടും കടുകിട്ട് പൊട്ടിക്കുകയാണ്. കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചതച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം കട്ട് ചെയ്താണ് ചേർത്തത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയാണ്. അതിനുശേഷം ഞാൻ അതിലോട്ട് നമ്മൾ 3 സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പറഞ്ഞില്ലേ, അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊന്ന് വഴണ്ട് വന്നപ്പോഴാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ സവാള നല്ല വൃത്തിയായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലോട്ട് ശകലം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയാണ്, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാനൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ കാണിച്ചിട്ടില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ തക്കാളി ഇട്ട ശേഷം അതിൽ നിന്ന് കുറച്ച് വെള്ളവും കൂടെ ഇറങ്ങി ആ സവാളയും തക്കാളിയും കൂടെ നല്ല വൃത്തിയായിട്ടൊന്ന് കുക്കായി വരും. അപ്പോഴേക്കും നമുക്ക് അതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ചും അരിയുടെ ക്വാണ്ടിറ്റി, അതായത് ഒരു 1 കിലോ 1/2 കിലോ ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. ഒരു 1/2 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി. ഇപ്പോൾ എൻ്റെ കയ്യിൽ 2 ഉള്ളതുകൊണ്ട് ഞാൻ 2 ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ചിക്കൻ മസാല മാത്രം ഉണ്ടെങ്കിൽ ചിക്കൻ മസാല മാത്രം ചേർത്ത് കൊടുത്താലും മതിയാവും. അതിനുശേഷം ഞാൻ നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ അതിലോട്ട് കൊഞ്ച് ഇട്ട് കൊടുത്ത്, അതിൻ്റെ വീഡിയോ എടുത്തില്ല. അപ്പോൾ കൊഞ്ച് ഇട്ട് കൊടുത്തതിന് ശേഷം കൊഞ്ച് അല്ലെങ്കിൽ ചെമ്മീൻ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ സോയാബീനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സോയാബീൻ കുക്ക്ഡാണ്, അത് വേണമെങ്കിൽ മാത്രം നിങ്ങൾ ഇട്ടാൽ മതി. എൻ്റെ കയ്യിൽ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ആ മോൻ അത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ ഇട്ടു എന്നേ ഉള്ളൂ. അതിനുശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ അതിലോട്ടൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കാര്യം ആ ചെമ്മീനൊന്ന് കുക്കായി വരണമല്ലോ. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളമൊന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം അതൊന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാര്യം ആ മസാലയൊക്കെ ആ ചെമ്മീനിലും സോയാബീനിലും ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയാണ്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ സവാളയിൽ മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, അതുകൂടെ നോക്കണം. അതിനുശേഷം ഞാൻ കൊഞ്ചിലും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ല വൃത്തിയായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഞാനത്
അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കും. ഞാൻ അടച്ചതൊന്നും ഇവിടെ വീഡിയോ എടുത്തില്ല. അടച്ച് വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കണം. കാര്യം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി, ഒരുപാട് വെള്ളം വറ്റണ്ട, കുറച്ചൊന്ന് വെള്ളം വറ്റി ഇതുപോലെ കുക്ക് ചെയ്തെടുക്കണം. കുറച്ച് വെള്ളം വേണം. കാര്യം ചോറിട്ട് ഇളക്കുമ്പം കുറച്ച് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടി ഒരു ശകലം വെള്ളം അതിലിട്ടിരിക്കണം. അതിനുശേഷം ഞാൻ അതിലോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് മല്ലിയില മാറ്റി വെച്ചിട്ടുണ്ട്. ചോറ് കുക്കായി വന്നിട്ടുണ്ട്. അപ്പം ചോറ് ഒരു വേവ് നിർത്തി വേവിക്കണം. കാര്യം ഇതിലും കടന്ന് കുറച്ച് കുക്കാവുന്നുണ്ട്. അപ്പം ചിലവർ പെട്ടെന്ന് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും അത് വെന്ത് പോയാൽ പിന്നെ അതിനൊരു ടേസ്റ്റ് വരത്തില്ല. കുറച്ചത് ചോറ് ഇങ്ങനെ എണ്ണിപ്പറക്കാൻ പറ്റുന്ന രീതിയിലായാലേ അതിലൊരു ടേസ്റ്റ് ഉള്ളൂ. ഞാൻ ചോറെല്ലാം അതിലിട്ട് കൊടുത്തതിന് ശേഷം നല്ല വൃത്തിയായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത് പശയായി എന്ന് വെച്ചാൽ നമ്മൾ പറയുമല്ലോ ചോറ് പിന്നീട് കട്ടയായിപ്പോയി, അത് വെന്ത് ഉടഞ്ഞു പോയി, അങ്ങനെയൊന്നുമില്ല. നല്ല വൃത്തിയായിട്ട് ഞാനിത് റേഷൻ അരി ഉപയോഗിച്ചാണ് ചെയ്തത്. നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഞാൻ ഇളക്കുന്നുണ്ട്. അത് വെന്ത് പോയിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും നമ്മൾ റേഷൻ അരി കുക്ക് ചെയ്യുമ്പം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നോക്കണം അത് വെന്തോ വെന്തില്ലേ എന്നുള്ളത്. അത് വച്ചിട്ട് നമ്മളെ പാട് നോക്കി പോയാലേ അത് അവിടെ ഇരുന്ന് കുക്കായി വെന്ത് പായസമായി പോവും. അതിന് ഓരോ അരിക്കും ഓരോരോ വേവും കണക്കുമുണ്ട്. അതനുസരിച്ച് വേണം ചെയ്യാനാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്. അത് അടിപൊളിയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിത് റേഷൻ അരി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഞാനതൊന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ അടിപൊളി ചെമ്മീൻ ചോറ് അല്ലെങ്കിൽ കൊഞ്ച് ചോറെന്ന് വേണമെങ്കിൽ പറയാം. റേഷൻ അരി ഉപയോഗിച്ചിട്ടാണ്. അതിലൂടെ 2 പപ്പടം ഞാൻ വച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് സലാഡ് വച്ച് കൊടുക്കുവാണ്. അപ്പോൾ ഇത്രയും മതി. നല്ല അടിപൊളി 1 പോട്ട് മീലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ ആരും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.